സ്കിൻ കെയർ, സൺസ്ക്രീൻസ്, സിറംസ് ഇതൊക്കെ ലേഡീസിന് മാത്രം അപ്ലിക്കബിൾ അല്ല, ജെൻസിനും അപ്ലിക്കബിൾ ആണെന്നുള്ളത് ഇപ്പോൾ റീസെൻ്റ് ആയിട്ടെങ്കിലും ആണുങ്ങൾക്ക് തോന്നി തുടങ്ങിയിട്ടുണ്ട്. സ്കിൻ കെയർ എങ്ങനെ വേണം എന്ന് ചോദിച്ച് ഒ പിയിൽ വരുന്ന ആണുങ്ങളുടെ എണ്ണം കൂടി വരുന്നുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ ആണുങ്ങളുടെ സ്കിൻ കെയറും ലേഡീസിൻ്റെ സ്കിൻ കെയറും തമ്മിൽ എന്തൊക്കെയാണ് ഡിഫറൻസസ്, എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ഹായ്, ഞാൻ ഡോക്ടർ ഫിബിൻ തൻവീർ, സീനിയർ കൺസൾട്ടന്റ് ഡെർമറ്റോളജിസ്റ്റ്, സ്റ്റാർ കെയർ ഹോസ്പിറ്റൽ, കോഴിക്കോട്. ലേഡീസിൻ്റെ സ്കിന്നും ജെൻസിൻ്റെ സ്കിന്നും സ്ട്രക്ചറലി കുറച്ച് ഡിഫറൻസ് ഉണ്ട്. ജെൻസിൻ്റെ സ്കിന്ന് കുറച്ചുകൂടെ തിക്കറാണ്, കുറച്ചുകൂടെ ഓയിലിയർ ആണ്. ഇതുമാതിരി ഫങ്ഷനിലും കുറച്ച് ഡിഫറൻസ് ഉണ്ടെങ്കിലും സ്കിൻ കെയർ എസെൻഷ്യലി സെയിം ആണ് രണ്ടുപേർക്കും ഉള്ളത്. ലേഡീസിന് തീരുമാനിക്കുന്ന പോലെ തന്നെ സ്കിൻ ടൈപ്പ് എങ്ങനെയാണ്, വേറെ എന്തെങ്കിലും സ്കിൻ ഡിസീസസ് ഉണ്ടോ എന്നൊക്കെ തീരുമാനിച്ചിട്ടാണ് ജെൻസിനും സ്കിൻ കെയറിന് ഉപയോഗിക്കുന്ന പ്രോഡക്ട്സ് സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ആണുങ്ങൾക്കുള്ള സ്കിൻ കെയർ പ്രോഡക്റ്റ് എന്നുള്ള സ്പെസിഫിക് ആയിട്ടുള്ള പ്രോഡക്റ്റ് ഒന്നും ഇല്ല, അങ്ങനെ നമ്മൾ നോക്കിയിട്ട് വാങ്ങിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷെ നമ്മളെ സ്കിൻ ഓയിലി ആണോ, ഡ്രൈ ആണോ, ആക്നെ പ്രോൺ ആണോ എന്നൊക്കെ നോക്കിയിട്ട് വേണം ജെൻസും സ്കിൻ കെയർ പ്രോഡക്ട്സ് ചൂസ് ചെയ്യാൻ. ആൻഡ് ഓൾവേസ് സ്റ്റാർട്ട് വിത്ത് ദ ബേസിക്സ്. ഒരു ക്ലെൻസർ, ഒരു സൺസ്ക്രീന്, ഒരു മോയ്സ്ചറൈസർ, സൂട്ടബിൾ ആയിട്ടുള്ള ഈ 3 പ്രോഡക്ട്സും കണ്ടുപിടിക്കുക, യൂസ് ചെയ്ത് തുടങ്ങാം. സോ ഫോർ ദ ജെൻസ് ഇൻ ദ ഓഡിയൻസ്, നിങ്ങൾ എന്തൊക്കെ സ്കിൻ കെയർ പ്രോഡക്ട്സ് ആണ് റെഗുലറായിട്ട് യൂസ് ചെയ്യുന്നത് താഴെ കമൻറ്റ് ബോക്സിലിടാം, നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാം.